തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ എൽ.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയെന്ന് കാട്ടിയാണ് പരാതി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, രാജ്യത്തെ തന്നെ പ്രമുഖരായ കോടീശ്വരന്മാരിൽ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. നിരവധി സ്ഥാപനങ്ങളുടെ ഉടമ. അദ്ദേഹത്തിൻ്റെ ആസ്തിയെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്കറിയാം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ വളരെ ചെറിയ തുക മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആസ്തിയായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയല്ലേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്? എന്തൊക്കെയാണ് അദ്ദേഹം സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്? സിജു, തീർച്ചയായും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ എൽ.ഡി.എഫ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ മാങ്കോട് രാധാകൃഷ്ണനും ഒപ്പം തന്നെ ചെയർമാൻ എ വിജയകുമാറും ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖരന്റെ ജൂപ്പിറ്റർ എന്ന കമ്പനിയുടെ വിവരങ്ങൾ ഈ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ്. നേരത്തെ സുപ്രീം കോടതി അഭിഭാഷകയായ ആവണി ബൻസാൽ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും ഈ ജൂപ്പിറ്ററിന്റെ വിവരങ്ങളോ ഒപ്പം തന്നെ ബാംഗ്ലൂരിലുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ ആസ്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല. വെറും 698 രൂപയുടെ ആദായ നികുതി അടച്ച കണക്കുകൾ മാത്രമാണ്. ആദായ നികുതി പരിധിയിൽ വരുന്നത് 689 രൂപ മാത്രമാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിട്ടുള്ളത്. ഇത് 2021-22 വർഷത്തെ കണക്കാണ്. ഒപ്പം തന്നെ 2023-ൽ 5,59,000 രൂപ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വരുമാനമെന്നും കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വരുമാനം കുറച്ച് കാണിക്കുകയും ഒപ്പം തന്നെ ശരിയായ പൂർണ്ണമായ വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് എൽ.ഡി.എഫ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. വിജിൻ വായന്തോടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ നൽകിയത് തെറ്റായ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൽ.ഡി.എഫ് പരാതി നൽകി. വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.